മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമകളാക്കി നമ്മുടെ മുസ്ലിം സമൂഹത്തിലുള്ള ആത്മീയ ധ്യാന കേന്ദ്രങ്ങളെ ഉപയോഗിക്കുന്ന ഒരു സംരംഭമുണ്ട്. കുറച്ചു കാലം മുമ്പ് മാതൃഭൂമിയിൽ വായിക്കാനിടയായി അമ്മയുടെ അനുയായികളും അവിടെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നു വൻ ലോബികളാണ്, മയക്കുമരുന്നിന്റെ വൻ ലോബികളാണ് എന്ന് ഒരു സഞ്ചാര സാഹിത്യകാരൻ വിക്രമൻ നായരാണെന്നാണ് എനിക്ക് തോന്നുന്നത് എഴുതിയതായിട്ട് വായിക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ മുരിങ്ങൂരില് 900 ചില്ലാനം ആളുകള്, ചെറുപ്പക്കാരായ ആളുകളെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി മയക്കുമരുന്നിന് അടിമകളാക്കിയും അല്ലാതെയും കൊലപ്പെടുത്തിയ ഒരു അവസ്ഥയും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ആത്മീയതയാണ് ലോക ജനതയെ ശ്രദ്ധയാകർഷിപ്പിക്കാൻ പറ്റുന്ന രംഗമെന്ന് മനസ്സിലാക്കിയ വ്യാപാരത്തിന്റെ കച്ചവട തൽപരരായ ആളുകള് ചരട് വലിച്ചുകൊണ്ട് നല്ല സംരംഭങ്ങളെ യഥാർത്ഥത്തിൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആത്മീയ ചൈതന്യത്തിലൂടെ മനസ്സിന്റെ തെളിമയായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നതെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി തന്നെ ഒരു പ്രസംഗത്തിൽ, കഴിഞ്ഞ റിപ്പബ്ലിക് പ്രസംഗത്തിൽ പറഞ്ഞത് മുഹിയുദ്ദീൻ ശൈഖിന്റെ ആ കുട്ടിക്കാലത്തുള്ള ഒരു ആ പ്രബോധന ശൈലിയെ സംബന്ധിച്ച്, സ്വീകരിച്ച നിലപാടിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞായിരുന്നു, കളവ് പറയല്ല എന്നും മതന്നാരെ കള്ളന്റെ കയ്യിൽ കൊന്നുകൊടുത്തവർ എന്നുള്ള വരി തന്നെ വല്ലാതെ ആകർഷിച്ചത് തന്റെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ എടുത്തുദ്ധരിച്ചു. ഇങ്ങനെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ സ്വന്തം ജീവിതത്തിൽ ആത്മീയമായ ആ ശുദ്ധീകരണത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും സ്വീകരിക്കുകയും അനുകരിപ്പിക്കുകയും ചെയ്ത മഹാനവറുകള് ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഘട്ടങ്ങളിൽ അതിന് അനുയോജ്യമായ വളർച്ച, ആത്മീയമായ വളർച്ചയുടെ രംഗങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി വലിയൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കി. എങ്കിൽ അതിനെയൊക്കെ ദുരുപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങള് മുസ്ലിം സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ഇങ്ങനെ ആത്മീയതയെ ഉൾക്കൊള്ളാവുന്ന എല്ലാ മതവിഭാഗങ്ങളും അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് സംജാതമായിരിക്കുന്നു. വർത്തമാനകാലത്ത് ഈ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മുടെ ആത്മീയത എത്തിയതെങ്കിൽ അതിന്റെ ദുരൂഹതകളെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ചുള്ള അതിന്റെ ദൂരവ്യാപകമായ വിപത്തുകളെ സംബന്ധിച്ചും എപ്പിസോഡ് നിങ്ങളോട് സംസാരിക്കും. അതിന്റെ മുമ്പ്